നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, കുറച്ച് ദിവസമായി നിങ്ങളോട് ചില കാര്യങ്ങൾ പറയാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ നിവർത്തികൾ കൊണ്ട് പറഞ്ഞു പോകുന്ന കേട്ടോ. കാരണം വെച്ചാൽ എനിക്ക് താല്പര്യമുണ്ടായിട്ടല്ല ഞാൻ ഈ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് സംസാരിക്കുന്നത്. വേറെ ഒന്നുമല്ല, നമ്മുടെ കേരളത്തിലെ പരട്ട മാപ്രകളെ കുറിച്ച് മാത്രമാണ് ഈ പറയുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് എത്രത്തോളം വിദ്യാഭ്യാസം ബോധമുള്ളവന്മാർ കൂടുതലുണ്ടെന്ന് എനിക്ക് ഇച്ചിരി സംശയമുണ്ട്. അത് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലതായിരിക്കും. വേറെ ഒന്നുമല്ല പറയുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ പടച്ചു വിടുന്ന വാർത്തയിൽ എന്തൊക്കെ വാസ്തവമുണ്ടെന്ന് ദൈവം മാത്രം അറിയാം. ഇന്ന് വാർത്ത കണ്ടിട്ടുണ്ടാവും. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൊച്ചിയിൽ കപ്പലും പറഞ്ഞിട്ട് ഒരു കണ്ടെയ്നർ കരക്കടിക്കുന്ന സമയത്ത് 24-ന്റെ ഒരു റിപ്പോർട്ടർ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ട്. കാരണം ഈ കണ്ടെയ്നറിൻ്റെ ബാക്കി ടെക്സ് എന്ന് എഴുതി വെച്ച് കണ്ടിട്ട് അത് കമ്പനിയുടെ പേര് പോലും അതുപോലെ തിരിച്ചറിയാനുള്ള ബുദ്ധിയില്ല. എന്നിട്ട് ഇവർക്കെന്താ പറഞ്ഞാൽ അത് ടെക്സ്റ്റൈൽസ് ഉൽപ്പന്നമാകാം. അപ്പം ഇങ്ങനെയല്ലേ ഇവർ വാർത്തകൾ പടച്ചു വിടുന്നത്. അപ്പം ഇതൊക്കെ കേൾക്കുന്ന നമ്മൾ മണ്ടന്മാർ. ഒരു ദിവസമെങ്കിലും ഒരു വർഗീയത പറയാത്ത ദിവസമുണ്ടോ? ഞാൻ ഒരു ചാനലിനെ മൊത്തം കേരളത്തിലെ മാധ്യമങ്ങൾ മുഴുവൻ നെഗറ്റീവിസത്തിൻ്റെ കൂമ്പാര വല്ലാണ്ട് ഒരു ദിവസം ഇവർ അച്ചടിച്ച് വിടുന്നുണ്ടോ? നടക്കുന്നത് എന്ത്, ഇവർ പറയുന്നത് എന്ത്? ഒരു നല്ല കാര്യം നടന്നാൽ പോലും അതിനകത്തുനിന്ന് എങ്ങനെയെങ്കിലും ഒരു നെഗറ്റീവ് വാർത്ത ഉണ്ടാക്കാൻ വേണ്ടി മാത്രം എവിടെ നിന്ന് നെഗറ്റീവ് കിട്ടുന്നത് മാത്രം നോക്കിയിരിക്കുന്ന മാധ്യമ മാപ്രകളാണ് നമ്മുടെ കേരളത്തിൽ ഉള്ളത്. വിദേശ രാജ്യങ്ങളൊക്കെ നിങ്ങൾ ചിന്തിച്ച് നോക്കണം. കാരണം ശരി, പോസിറ്റീവായ വാർത്തകൾ മാത്രമാണ് ആദ്യം ജനങ്ങളിലേക്ക് കൊടുക്കുന്നത്. പക്ഷേ ഇവിടെ എന്താണ്, ചില രാഷ്ട്രീയ പാർട്ടികൾ മാത്രം അവഗണന, ചിലരോട് മാത്രം പ്രീതി, ചിലർ എന്തെല്ലാം കാണിച്ചാലും ചക്കര മിണ്ടത്തില്ല. എന്ത് കാണിച്ചു കഴിഞ്ഞാലും അവർ മിണ്ടത്തില്ല. ബാക്കിയുള്ളവർ എത്ര നന്മ ചെയ്താലും അതിനെ നെഗറ്റീവ്സുമായിട്ട് ജനങ്ങളിലേക്ക് അച്ചടിച്ച് കൊടുക്കുക, അതിലേക്ക് അത് പതിപ്പിച്ച് കൊടുക്കുന്ന പരിപാടിയില്ലേ ഇവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവരൊക്കെ പറയുന്നത് നമ്മൾ എങ്ങനെയാണ് വിശ്വസിക്കുക? ഞാൻ ഒരു വാർത്ത കാണിച്ചു തരാം. ഇതൊന്ന് കണ്ടു നോക്കുക. ഇന്നത്തെ മീഡിയ, ഏഷ്യാനെറ്റ് എന്നുള്ള മീഡിയ ഇന്നിവിടെ വന്ന് 100ഓളം വിദ്യാർത്ഥികൾ അവിടെ നമ്മുടെ കാര്യങ്ങൾ, പ്രോഡക്റ്റുകൾ കാണിച്ചു. ഇവിടെ വളരെ മനോഹരമായ ചർച്ചകൾ നടന്നു. മുഖ്യമന്ത്രി വന്ന് നമ്മളോടെല്ലാം വളരെ സന്തോഷത്തോടുകൂടി തിന്നു. എന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെയൊക്കെ മുഖം എനിക്ക് കാണാൻ പറ്റുന്നില്ലല്ലോ, കുറച്ചുകൂടി വെളിച്ചമുണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നേനെ എന്ന് പറഞ്ഞു. ഒരേ ഒരു വാർത്തയാണ് ഇന്ന് ഇമ്മീഡിയറ്റ് ആയിട്ട് പബ്ലിക്കിൽ പോയിട്ടുള്ളത്. ഇന്നത്തെ ഇവന്റിനെ കുറിച്ച് നമ്മുടെ മനസ്സിൽ എന്താ ഇരിക്കുന്നത്, നാട്ടുകാരുടെ മനസ്സിൽ എന്താ പെയിന്റ് ചെയ്യുന്നത്? ഓക്കെ, അതിനകത്ത് ആ കാണുന്ന ഇവര് പറയുന്നത് ഈ പ്രോഗ്രാം കഴിയുന്ന അവരെ ആ ന്യൂസ് കണ്ട സമയത്ത് അവരെന്നെ സംസാരിക്കുന്ന കാര്യമാണ് എത്രത്തോളം അപമാനകരമാണെന്ന് ചിന്തിച്ച് നോക്കണം. അപ്പം ഇവർ പറയുന്ന രാഷ്ട്രീയ വാർത്തകൾ കേട്ടിട്ട് അത് കേട്ടിട്ട് നാട്ടിൽ തുള്ളുന്ന ജനങ്ങൾ അല്ലെങ്കിൽ ഓരോരോ പാർട്ടിക്കാരാണെങ്കിൽ ആരായി? അപ്പം അവരുടെ ചാനലിൻ്റെ റേറ്റ് കിട്ടാൻ വേണ്ടി അവർക്ക് എന്ത് വേണേലും വിളിച്ച് പറയാം. അതുമൂലം നാട്ടിൽ എന്തെങ്കിലും ഗുരുമാരുണ്ടായിക്കഴിഞ്ഞാൽ, എന്തെങ്കിലും വർഗീയ പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അതും കൂടെ അവർക്ക് ചാനൽ റേറ്റിംഗ് എങ്ങനെ പണം ഉണ്ടാക്കാം, ജനങ്ങളെ അത് ഈ ആട്ടിൻ മുട്ടന്മാരെ തമ്മിലടിപ്പിച്ച് ചോര ഒടിക്കുന്ന ചെന്നായകളാണ് ഈ മാപ്രകൾ. അത്രയൊന്ന് ചിന്തിച്ച് വെച്ചാൽ, അത്രയും ചിന്തിക്കാനുള്ള ബോധമെങ്കിലും നിങ്ങൾ ദയവ് ചെയ്ത് നിങ്ങളുടെ സഹോദരങ്ങളൊന്ന് ചിന്തിച്ച് നോക്കണം. കേരളത്തിലുള്ള അത്രയും മനുഷ്യർ ഇത്രയും നമ്മൾ ഇത്രയും എന്താ പറയുക, നല്ല സംസ്കാരമുണ്ട്, നല്ല വിദ്യാഭ്യാസമുണ്ട് എന്നൊക്കെ നമ്മൾ നാലഴിക്ക് 4 വട്ടം വിളിച്ചു പറഞ്ഞ് നടന്നൊരു കാര്യമില്ല. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അതിന് ചിന്തിക്കാനുള്ളതും പ്രതികരിക്കാനുള്ള ബോധം നമുക്കുണ്ടായിരിക്കണം. അതല്ലെങ്കിൽ വരാൻ പോകുന്ന പ്രശ്നം വലുതായിരിക്കും.